വെൽക്കം ടു ബയോത്തോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പൊ എന്തായിരിക്കും ഫെർട്ടിലൈസേഷൻ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ് അല്ലെ. ദാറ്റ് ഇസ് വാട്ട് ആ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും അവര് ഫ്യൂസ് ചെയ്ത് എന്താവുന്നുണ്ട്, സൈഗോട്ട് ആവുന്നുണ്ട് അല്ലെ, സൈഗോട്ട്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് പറയും? ദാറ്റ് ഇസ് നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് അല്ലെ, സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് നമ്മൾ അതിനെ ടെക്സ്റ്റിൽ കുറച്ച് ടേംസ് പറയുന്നുണ്ട്. കോയിറ്റസ് എന്ന് പറയും, അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് നമ്മുടെ എന്താ മെയിൽ ഇൻഡിവിജ്വലിൽ സെമൻ റിലീസ് ചെയ്യുന്നുണ്ട്. ജാക്കുലേഷന്റെ ഭാഗമായിട്ട് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? സെമൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെമനിൽ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? സെമനിൽ എന്തുണ്ട്? അതില് സെമൈനൽ പ്ലാസ്മ, ആ സെക്രീഷൻസ്, അസറി ഗ്ലാൻഡുകളുടെ സെക്രീഷൻസ് പ്ലസ് എന്തുണ്ട്? സ്പേം ഉണ്ട്. നമ്മുടെ മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പേം ഉണ്ട് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കി, ഈ ഒരു ഭാഗം നോക്കി, ഞാൻ യൂട്രസിന്റെ ഒരു ഇത് കാണിക്കുകയാണ്. നോക്കി, ഇവിടുത്തെ സ്പേം ഇങ്ങനെ ആ ഒരു ഇജാക്കുലേഷന്റെ ഫ്ലൂയിഡില് സെമനില് സ്പേം ഉണ്ട് അല്ലെ. അപ്പൊ സ്പേം ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് അല്ലെ. ആ ഒരു വജാനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയും? ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവര് സ്പേം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ വൈഡറായിട്ടുള്ള ആംബുലർ റീജിയനിൽ ഇവിടെ സ്പേം ഇങ്ങനെ വെയിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ സമയത്ത് എന്തും സൈമിൾട്ടേനിയസ്ലി നടക്കണം. നമ്മുടെ ഓവറിൽ നിന്ന് ഓവം റിലീസ് ചെയ്തിട്ട് ആ ഓവം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഓവം ആ സമയത്ത് സൈമിൾട്ടേനിയസ്ലി അവിടെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? കോപ്പുലേഷന്റെ സമയത്ത് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എവറി കോപ്പുലേഷൻ അല്ലെങ്കിൽ എവറി ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ഡസ് നോട്ട് ലീഡ് ടു എന്ത് ഫെർട്ടിലൈസേഷൻ ഓർ പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നില്ല. കാരണം എന്താ? ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സൈമിൾട്ടേനിയസ്ലി ഇവിടെ സ്പേമും ഓവമും ഒരേ സമയം എത്തണം, ഫ്യൂസ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എവറി കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ. മനസ്സിലായില്ലേ? ഓക്കെ. സോ പ്രഗ്നൻസി എല്ലാ കോപ്പുലേഷനിലും വരുന്നില്ല. അപ്പൊ അതാണ് ആ ഒരു ടോപ്പിക്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, പിന്നെ എന്താ പറയുന്ന ഒരു ടോപ്പിക്? പിന്നെ പറയുന്നത് നമ്മുടെ ഈ റിലീസ് ചെയ്യുന്ന ആ ഒരു ഇനിയിപ്പോ സ്പേം വന്നു. അപ്പൊ ഓവത്തിലേക്ക് എന്തൊക്കെ ലെയർ കഴിഞ്ഞിട്ട് വേണം വരാൻ? അപ്പൊ നോക്കി, ഇങ്ങനൊരു സ്ട്രക്ചറിൽ ഇവിടെ ഓവം ഉണ്ട്, അതിന്റെ സൈറ്റോപ്ലാസം അതൊക്കെ വരുന്നുണ്ട് നോക്കും. അപ്പൊ നോക്കും, ഇവിടെ ഒരു പെരിവിറ്റലൈൻ സ്പേസ് വരുന്നുണ്ട് അല്ലേ. ഇത് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്, ഓവത്തിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇവിടെ പെരിവിറ്റലൈൻ സ്പേസ് വരുന്നുണ്ട്, പെരിവിറ്റലൈൻ സ്പേസ്. പിന്നെന്താണ്? ഇവിടെ വേറൊരു ലെയർ വരുന്നുണ്ട്, ഈ വേറൊരു ലെയർ. ഓക്കെ, ഞാനിപ്പോ ആ ഒരു ലെയറിന് ഒരു റെഡ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് പറയും? സോണ പെലിസിഡ ലെയർ എന്ന് പറയും. ഇത് അക്സെല്ലുലാർ ലെയർ ആണ് കേട്ടോ, ഒരു മെംബ്രെയിൻ ആണ് അല്ലെ, സോണ പെലിസിഡ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു പിന്നെന്താ വരുന്നത്? ഇവിടെ സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റർ വരുന്നുണ്ട്, ഇതെല്ലാം കടന്നിട്ട് വേണം നമ്മുടെ സ്പേമിന് എവിടേക്ക് വരാനായിട്ട്? നമ്മുടെ ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്താ വരുന്നത്? അപ്പൊ നമ്മുടെ സ്പേം ട്രാവൽ ചെയ്തിട്ട് ഈ സോണ പെലിസിഡ ലെയറിൽ അവിടെ ടച്ച് ചെയ്യണം. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഈ കൊറോണ റേഡിയേറ്റിംഗ് കഴിഞ്ഞ് സോണ പെലിസിഡ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ വരും? മെംബ്രെയിനിൽ കുറച്ച് ചേഞ്ചസുകൾ നടക്കും. അതിന്റെ ഭാഗമായിട്ട് ഫെർദർ സ്പേംസുകൾക്ക് ആർക്കും, ഇനി ഇവിടുന്ന് വരുന്ന സ്പേംസുകൾക്ക് ആർക്കും എൻട്രി ഇല്ല. ഈ സോണ പെലിസിഡ ലെയറിലെ മെംബ്രെയിന്റെ ആ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ദാറ്റ് ബ്ലോക്സ് ദ ഫെർദർ എൻട്രി ഓഫ് ദ സ്പേം. അപ്പൊ എന്ത് സംഭവിക്കും? പോളിസ്പേമി തടയുന്നു അല്ലെ. കുറെ അധികം സ്പേംസ് വന്ന് അവിടെ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ആ ഇവന്റ് വരുന്നത് ഒരു ഓവത്തിന്റെ ഒപ്പം ഒരു സ്പേമിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എൻഷുറിംഗ് ആണ്. ആ സോണ പെലിസിഡ ലെയറിൽ ആദ്യം ഒരു സ്പേം വന്ന് മീറ്റ് ചെയ്തതിനു ശേഷം നടക്കുന്നത്. അവിടെ കുറച്ച് ചേഞ്ചസുകൾ നടക്കുന്നുണ്ട്. അത് ഓക്കെ ആയില്ലേ? ഓക്കെ. അപ്പം പിന്നെ നമ്മൾ എന്താ പറയുന്നത്? അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ വരുന്ന ആ ഒരു ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തണമെങ്കിൽ ആരൊക്കെ വഴിയൊക്കെ കടന്നു പോകുന്നത്? ഈ സോണ പെലിസിഡ ലെയറും കഴിഞ്ഞ് ആ പെരിവിറ്റലൈൻ സ്പേസും കഴിഞ്ഞ് പിന്നെന്ത് വരണം? പ്ലാസ്മ മെംബ്രെയിനും കഴിഞ്ഞിട്ട് വേണം ആർക്ക് ഈ സൈറ്റോപ്ലാസം ഓഫ് ദ ഓവത്തിലേക്ക് എത്താൻ അല്ലെ. എന്നിട്ട് അവിടെ വന്ന് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ്? അപ്പൊ ഞാൻ പറയട്ടെ, ഈ അങ്ങനെ അത് വരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഫ്യൂഷന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് നമ്മുടെ ഊജനസിന്റെ ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിൽ കിടക്കുന്ന നമ്മുടെ
ഫീമെയിൽ ഗമേറ്റ്. ഇപ്പോൾ ഇവിടെ അത് സെക്കൻഡറി യൂസായിട്ട് ആയിരുന്നു അല്ലെ. അപ്പൊ സ്പേം മീറ്റ് ചെയ്തതിനു ശേഷം സോണാബെൽസിലായിട്ടുള്ള ചേഞ്ച് നടക്കുന്ന ടൈമിൽ സെക്കൻഡറി യൂസായിട്ട് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവമായി മാറുന്നുണ്ട്. പിന്നെ ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു സ്മോൾ സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഫേറ്റ് നമുക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഐദർ ഡീജനറേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ബട്ട് അതിനെ പറ്റി നോ ഇൻഫർമേഷൻ ഫർദർ. പിന്നെന്താണ്, ഇത് ഊട്ടിഡ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ മെച്ചുവർ ആയിട്ടുള്ള ഓവത്തിന് നമ്മൾ എന്ത് പറയും, ഊട്ടിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്പേം ആയിട്ട് മീറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കണ്ടോ, സ്പേം ആയിട്ട് മീറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്, സൈഗോട്ടിന്റെ സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിപ്ലോയിഡ് 2n സ്റ്റേജ് ആണ്. ഓക്കെ, കാരണം എന്താ, ഇത് ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്, അങ്ങനെ 2n. അപ്പൊ അത്ര ക്രോമസോംസ് ഉണ്ടാവും. 46 ക്രോമസോം ആയി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്രോമസോം നമ്പർ ആയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത് അല്ലെ. ന്യൂക്ലിയസിൽ ജെനറ്റിക് മെറ്റീരിയൽ ഉള്ളത് അല്ലെ. ഹെഡ്, സ്പേമിന്റെ ഹെഡിൽ എന്തുണ്ട്, ഹെഡിൽ ഹാപ്ലോയിഡ് എലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതിലാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, ഇനി എന്താ വരുന്നത് ഞാൻ ചോദിക്കട്ടെ. ഇനി ഇങ്ങനെ ഇപ്പൊ ഒരു സ്പേം വന്നു, ഓക്കെ, അതേമാതിരി ഒരു ഓവമായിട്ട് അത് ഫ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ശരി സംഭവിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പം ചോദിക്കുന്നത് ഈ സെക്സ് ഓഫ് ദ ബേബി ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? സെക്സ് ഓഫ് ദ ബേബി ദാറ്റ് ഈസ്, നോക്കൂ, ഒരു ഫീമെയിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താണ്, XX ആണ് അല്ലെ. ഫീമെയിൽ അല്ലെ, ഫീമെയിൽ എന്ന് പറയുന്നത് XX ആണ്. അതേമാതിരി ഒരു മെയിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് XY ആണ് അല്ലെ. മെയിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് XY ആണ് അല്ലെ. മെയിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് XY ആണ് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു രീതി വരുമ്പോ നമ്മുടെ ഈ സെക്സ് ഓഫ് ദ ബേബി ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയേ, ഫീമെയിലിൽ കാണുന്ന സെക്സ് ക്രോമസോം എന്ന് പറയുന്ന ടൈപ്പ് എന്താണ്, 2 Xകളാണ് അല്ലെ. പക്ഷെ മെയിലില് 50% എന്താണ്, X ടൈപ്പ് ആണ്, 50% എന്താണ്, Y ടൈപ്പ് അല്ലെ. അപ്പൊ ഈ വരുന്ന സ്പേം അത് ക്യാരി ചെയ്യുന്ന ആ ഒരു ന്യൂക്ലിയസിൽ X ടൈപ്പ് ആണ് ക്രോമസോം എങ്കിൽ അതെന്ത് ചെയ്യും, ഈ ഫീമെയിൽ ഓവം ഓൾറെഡി X ആണ് അല്ലെ. 2 ടൈപ്പും അതിൽ വരുന്നത് X തന്നെയാണ്. അപ്പൊ അതെന്താവും, അത് ഫീമെയിൽ ഇൻഡിവിജ്വൽ ആവും. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന സൈഗോട്ട് എന്തായിരിക്കും, ആ 2n സ്റ്റേജ് ഉള്ളത് ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, ഫീമെയിൽ ആയിരിക്കും. ഇനി അല്ല, ഈ വരുന്ന സ്പേം Y ആണ് ക്യാരി ചെയ്യണമെങ്കിൽ ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് മെയിൽ ഇൻഡിവിജ്വലോട് ലീഡ് ചെയ്യും. 2n സ്റ്റേജ് സൈഗോട്ട് ഫോം ചെയ്യുന്ന മെയിൽ ഇൻഡിവിജ്വൽ ആവും. സോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഓവം അല്ല ആ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. ഓവം അല്ല, ഈ മെയിൽ ക്യാരി ചെയ്യുന്ന, മെയിൽ ഗമേറ്റ് ക്യാരി ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും സെക്സ് ഓഫ് ദ ബേബി. സോ വി കനോട്ട് ബ്ലെയിം ദ ഫീമെയിൽ ഫോർ ഹാവിംഗ് ദ ഗേൾ ചൈൽഡ്. ഓക്കെ, അതാണ് ഒരു കൺസെപ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ ഈ ഒരു ഇവന്റിലേക്ക് നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഇംപ്ലാന്റേഷന്റെ കുറച്ച് സ്റ്റേജുകൾ പറയുന്നുണ്ട്. പിന്നെ ഫ്യൂസ് ചെയ്തു, ഓക്കെ, സൈഗോട്ട് ഫോം ചെയ്തു. ഇനി സൈഗോട്ട് എന്തൊക്കെ നടക്കും, ഇതിപ്പോ ഒരു ഓവം വെയിറ്റ് ചെയ്യായിരുന്നു, അത് കഴിഞ്ഞ് അത് ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഫോം ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്, ഡിവിഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. 2 സെൽ സ്റ്റേജ് ഉണ്ട്, 4 സെൽ സ്റ്റേജ് ഉണ്ട്, 6, 8 അങ്ങനെ ഇങ്ങനെ അത് പല രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഐ മീൻ 2, 4, 8 2, 4, 8, 16 അല്ലെ. ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ഡിവിഷൻ നടക്കുമ്പോൾ ഈ ഡിവിഷൻ നമ്മൾ എന്ത് പറയും, സൈഗോട്ടിനെ അവിടെ എന്താ നടക്കുന്നത്, ആ ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സെല്ലുകൾ എന്താ, അതിനുള്ളിൽ റീഅറേഞ്ച്മെന്റ്സ് നടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, ബ്ലാസ്റ്റോമിയേഴ്സ്. ആ സെല്ലുകളിൽ ഡോട്ടർ സെൽ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തതിനുള്ളിൽ ഉണ്ടാകുന്ന സെൽസുകൾ നമ്മൾ എന്ത് പറയും, ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ബ്ലാസ്റ്റോമിയേഴ്സ്. ഓക്കെ, ആ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർ സെൽസ് എന്നാണ് പറയാം. ഓക്കെ, ഇതിന്റെ വോളിയം ഒന്നും ചേഞ്ച് ആവുന്നില്ല അല്ലെ. അതിന്റെ സ്റ്റേറ്റ് മാറുന്നുണ്ടോ, ഡിപ്ലോയിഡ് തന്നെയാണ്, മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്, ഹാപ്ലോയിഡ് ഒന്നും ആവുന്നില്ല അവിടെ. ഓക്കെ, അപ്പൊ എന്താണ് ആ ഉണ്ടാവുന്ന ഇതിന്റെ ഉള്ളിലെ സെൽ അറേഞ്ച്മെന്റ്, ഭാവിയിൽ അതൊരു എംബ്രിയോക്കെ ആയിട്ട് മാറണ്ടേ, അതിനുവേണ്ടി കുറച്ച് സെൽ അറേഞ്ച്മെന്റ് നടക്കണ്ടേ, അതിനുവേണ്ടി കുറച്ച് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ഡോട്ടർ സെൽസ് 2, 4, 8, 16 ഇങ്ങനെ പലതാവും. ഈ 8 തുടങ്ങി 16 വരെ നമ്മൾ എന്ത് പറയും, ഒരു പ്രത്യേക പേര് പറയും, മൊറുല്ല എന്ന് പറയും. ഓക്കെ, മൊറുല്ല. അപ്പൊ എന്താ നോക്കി, ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് സൈഗോട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ആംബുലറി, പിന്നെ ഇവിടുന്ന് അത് സ്റ്റുമസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ, ഇനി പോയി യൂട്രസിൽ പോയി അത് ഇംപ്ലാന്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്, ഇവിടെ 2 സെൽ സ്റ്റേജ് വന്നു, അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, അത് കഴിഞ്ഞാൽ 4 സെൽ സ്റ്റേജ് ആവുന്നുണ്ട്, 8 ആവുന്നുണ്ട്. അത് 8 കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റോമിയ സെൽ സ്റ്റേജ്, എംബ്രിയോ വിത്ത് 8 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് വരെ. അത് ഈ ഒരു ഭാഗം ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്ത് തന്നെയാണ്, സ്റ്റുമസ് റീജിയനിലാണ്. പിന്നെ അത് ഈ ഒരു 16 ആവുന്ന സമയത്ത്, മോർ ദാൻ 8, 16 ആവുന്ന സമയത്ത് എന്തായി, നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ എന്ത് പറയും, ആ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ പറയുന്ന പേരാണ്
ക്ലീവേജ്. ഓക്കെ, ക്ലീവേജ്. അപ്പൊ ഈ ക്ലീവേജ് ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം അത് എന്ത് സ്ട്രക്ചർ ഫോം ചെയ്യും? എന്ത് സ്ട്രക്ചറാണ് അവർ ഫോം ചെയ്യുന്നത്? എന്ത് സ്ട്രക്ചർ ആയിരിക്കും? ഇത് നമ്മുടെ യൂട്രസിൽ വന്നത് ഇംപ്ലാന്റ് ചെയ്യണ്ടേ അല്ലെ? ആ യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഈ ഡിവൈഡ് ചെയ്തതിനു ശേഷം പിന്നെ അത് ഏത് സ്ട്രക്ചർ ഫോം ചെയ്യാം? ഒരു സി ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ദാറ്റ് ഈസ് വെയിറ്റ്. ഓക്കെ, ഇങ്ങനെ ഔട്ടർ ആയിട്ട് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, ട്രോഫോബ്ലാസ്റ്റ്. പിന്നെ അകത്ത് എന്തുണ്ട്? ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. രണ്ട് കളറിൽ കാണിച്ചു തരാം. സോ യു വിൽ ഈസി അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ഔട്ടർ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട്. ട്രോഫോബ്ലാസ്റ്റ് അതിന് നമ്മളെന്ത് പറയും? ഈ ബ്ലാസ്റ്റോമിയ സെൽസ് അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ബ്ലാസ്റ്റോമിയ സെൽസ് യൂട്രസിലേക്ക് ലീഡ് ചെയ്യുന്ന സമയത്ത് അതിന് വീണ്ടും ക്ലീവേജ് ഒക്കെ നടന്ന് അതിന്റെ അറേഞ്ച്മെന്റ്സ് മാറി അതിന് ഇന്നർ ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഇന്നർ ആയിട്ട് ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പോൾ ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഔട്ടർ ലെയർ നമ്മൾ പറയുന്ന പേര്. ആൻഡ് പിന്നെന്താ ഇത് ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ് ഞാൻ ICM കൊടുക്കുന്നു. ഇന്നർ. ഓക്കെ, ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ്, ഈ സ്റ്റേജിൽ എത്തുന്ന എംബ്രിയോ നമ്മൾ എന്ത് പറയും? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അല്ലെ? ഈ സ്റ്റേജിലെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഇനി അവർ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഇല്ലേ, അതാണ് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നത്? അത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ലെയർ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ആ അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ യൂട്രസിന്റെ ഇവിടെയുള്ള സെൽസുകൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ അതിന്റെ അകത്തേക്ക് എംബഡ് ചെയ്യും. ഓക്കെ, എംബഡ് ചെയ്ത് എൻറ്റയർ എൻഡോമെട്രിക്കിലേക്ക് എംബഡ് ചെയ്തിട്ട് ആ ഇവന്റിനെ പറയുന്നതാണ് ഇംപ്ലാന്റേഷൻ. അപ്പൊ എന്താവും? ഈ ഇന്നർ സെൽ മാസുകൾ ഇല്ലേ, അകത്തുണ്ടായിരുന്ന ഇന്നർ സെൽ മാസ്, അവരാണ് നമ്മുടെ ഫ്യൂച്ചർ എംബ്രിയോ ആയി മാറാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ അവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് ആ യൂട്രസ് സെൽസുകളൊക്കെ ഡിവൈഡ് ചെയ്ത് അതിനെന്ത് ചെയ്യും? അതിനെ കവർ ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ അല്ലേ? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും തമ്മിലുള്ള ഫ്യൂഷൻ അല്ലെ? അപ്പൊ ഫ്യൂഷൻ അതിന് കുറച്ച് ഇതുണ്ട്, സൈമിൾട്ടേനിയസ്ലി ഒക്കെ അറിയണം. അപ്പൊ എവറി കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു എന്താണ്? ഫെർട്ടിലൈസേഷൻ ഓഫ് പ്രഗ്നൻസി. കാരണം ഒരേ സമയത്ത് വന്ന് മീറ്റ് ചെയ്യണം, എന്നാലാണ് അത് സൈഗോട്ട് ആവുന്നുള്ളൂ. പിന്നെ സൈഗോട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ലെയർ കിടക്കണം? ദാറ്റ് ഇസ് കൊറോണ റേഡിയേറ്റ് കഴിഞ്ഞ് സോണ പെലിസിഡ. അവിടെ ഒരു സ്പേം വന്ന് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സ്പേംസിനൊന്നും ഇനി വരാൻ പറ്റില്ല, കാരണം അവിടുത്തെ മെമ്പറിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്രോസോം സെക്രീഷൻസിന്റെ ഒക്കെ ഭാഗമായി അവർ സോണ പെലിസിഡ കഴിഞ്ഞ് പ്ലസ് മെമ്പറൈൻ ഒക്കെ കഴിഞ്ഞ് അവര് ഓവമായിട്ട് ഫ്യൂസ് ചെയ്യും. ആ സമയത്ത് എന്ത് നടക്കും? സെക്കൻഡറി ഊസായിട്ട് മിയോട്ടിക് 2 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഊട്ടിയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് സ്പേമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവുന്നത്. പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു, അതിന് ക്ലീവേജ് എന്ന് പറയും. അങ്ങനെ 2 സെല്ല് 4 സെല്ല് 8 സെല്ല് 16 സെല്ല് ഇങ്ങനെ എന്തുണ്ടാവുന്നുണ്ട്? ഡോട്ടർ സെൽസുകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയും. അപ്പം എന്താ ന്യൂക്ലിയസിന്റെ എണ്ണം ഇവിടെ കൂടുന്നുണ്ട്, ബട്ട് സ്റ്റേറ്റ് മാറുന്നില്ല. ഇറ്റ് ഇസ് ഇൻ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് അല്ലെ? അപ്പം നമ്മളെന്ത് പറയുന്നുണ്ട്? അപ്പം മൊത്തത്തില് എന്താ പറയാ, അങ്ങനെ സെൽസുകളുടെ സ്റ്റേജുകൾ ഇവിടെ നിന്ന് മാറി അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു ബ്ലാസ്റ്റോമിയേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്. അങ്ങനെ സൈസിലൊന്നും വ്യത്യാസം ഇവിടെ വരുന്നില്ല അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പീരിയഡ് ഡിഫറൻസിയേഷൻ ചെയ്ത് നമ്മുടെ ഫീച്ചേഴ്സും എംബ്രിയോ ഒക്കെ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് വലിയ വലിയ സ്ട്രക്ചറിലേക്ക് വരുന്നത് അല്ലെ? ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. നമ്മളത് പഠിക്കും അടുത്ത ക്ലാസ്സിൽ. സോ കീപ് വാച്ചിങ്. നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ചാപ്റ്ററിന്റെ എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും. ഓക്കെ.